ആദ്യം ഇവിടെ കാണുന്നത് ഒരു ഓൺലൈൻ ടീംസ് മീറ്റിങ്ങിലാണ് ഞാൻ കാണുന്നത്. ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കോൺട്രാക്റ്റിൻ്റെ ടുവേർഡ്സ് എൻ്റെയൊക്കെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആദ്യമായിട്ട് ഓഫീസിൽ വെച്ചിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ പണി കൊടുക്കാനായിട്ടുള്ള രീതിയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ, അല്ലാതെ അത് അടുപ്പിച്ചിട്ടൊന്നുമില്ല ഞാനവിടെ. പക്ഷെ അതും എഗെയിൻ ആ ടൈമിൽ നമ്മൾ ഫുള്ളി സംസാരമൊക്കെ ആണെങ്കിലും സ്ട്രിക്ട്ലി പ്രൊഫഷണൽ ആയിരുന്നു. പിന്നെന്താ ഞാനും പ്രൊഫഷണൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ റീൽസ് അയക്കാനൊക്കെ തുടങ്ങി. ഇവള് മൈൻഡൊന്നും ആക്കണില്ല, ഇവള് ചുമ്മാ ഒക്കെ ഒരു തംസപ്പ് ഒക്കെ അടിച്ചിട്ട് ഒഴിവാക്കി വിടുമായിരുന്നു. എനിക്ക് അങ്ങനെ ടെൻഷൻ അങ്ങനത്തെ കല്യാണത്തിൻ്റെ ഇത് ഒന്നും അത്ര കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആകെ സ്റ്റേജിൽ കയറി ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. എല്ലാവരും സീറ്റിൽ വന്നിരിക്കേണ്ടതാണ്. മൊത്തത്തിൽ ഡേറ്റിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര മോശമാണ്. പക്ഷെ ഇത് 1.5 years ആയി ഇവള് പറഞ്ഞു വെച്ചു. ഞങ്ങൾ സംസാരിക്കാനുള്ള ഡയനർക്കൊരു ഇപ്പോൾ ഒരു 1 hour കോളാണെങ്കിൽ അതിൽ 55 minutes ഡയനർക്ക് വർത്താനം പറയാം. അതെ, എന്നെ കൊണ്ടൊന്നും പറയാം. ബാക്കി 5 minute ഇവള് പിന്നെന്താ അതായിരുന്നു പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സഞ്ജു സാംസൺ ഫുട്ബോൾ പ്ലെയർ അല്ലേ? ഞാൻ കളിയൊക്കെ കാണാനായിട്ട് പിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സഞ്ജു സാംസന്റെ കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും കൂടെ കണക്ട് ചെയ്തൊക്കെ പറയും. അവൾ വിശ്വസിച്ച് കുറച്ച് എത്ര ഗോൾ അടിച്ചു സഞ്ജു സാംസൺ എന്നൊക്കെ ചോദിച്ചൊക്കെ വരുന്നത്. രണ്ടും 3 മണിക്കൂറോടെ ബാച്ചുലർ ലൈഫ് ഇപ്പൊ തീരും. നമ്മളൊരു രാത്രി എന്തോ വിളിച്ചു, ആദ്യമായിട്ട് അത്രയും നേരം സംസാരിച്ചിട്ട് 3-4 മണിക്കൂറാണ് ഉണ്ടാവില്ലേ. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ അങ്ങ് പറയുകയും ചെയ്തേ. എന്താ പറഞ്ഞു എനിക്കത് ഇവിടെ പറയാൻ പാവമായിരുന്നു. ഭയങ്കര ഓർഗനൈസ്ഡ്, ലൈക്ക് വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും പേഴ്സണൽ ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര ഓർഗനൈസ്ഡ്. അത് പറഞ്ഞാൽ എനിക്ക് പണി എളുപ്പമാണ്.
കുഴപ്പമില്ല.